നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ BLA ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. BJPയെ സഹായിക്കാൻ VD സതീശനും കൂട്ടരും ഒത്തുകളിക്കുകയാണെന്നും KK രാഗേഷ്. സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഷാഫി പറമ്പിൽ MP. ഇതിനെതിരെ CPM ശക്തി കേന്ദ്രങ്ങളിൽ വിധിയെഴുത്തുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ. തലശ്ശേരി നഗരസഭയിൽ LDF വിജയം ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിന്റെ പത്രികാ സമർപ്പണം. 49 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പത്രികകൾ സമർപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരൻ K. പുണ്യത്തിന്റെ ഓർമ്മയ്ക്ക് പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ അർഹനായി. അവാർഡിന് അർഹമാക്കിയത് പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എന്നെ സ്നേഹമേ എന്ന കവിതാ സമാഹാരം. വാർത്തകൾ വിശദമായി. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ BLA ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. അതാണ് ആത്മഹത്യക്ക് ഇടയാക്കിയത്. യഥാർത്ഥ ഉത്തരവാദിത്വം മറച്ചുവെച്ച് CPMന്റെ ചുമലിൽ മരണമിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് രാഗേഷ് കുറ്റപ്പെടുത്തി. BJPയുമായി VD സതീശനും കൂട്ടരും ഒത്തുകളിക്കുകയാണെന്നും രാഗേഷ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ച ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ ഉദ്യോഗസ്ഥ വൃന്ദത്തെയും വലിയ നിലയിൽ സമ്മർദ്ദത്തിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും BJPയുടെയും നിലപാടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം പറയാതെ പ്രതിപക്ഷ നേതാവും കൂട്ടരും ചേർന്ന് ഇതിൻ്റെ ഉത്തരവാദിത്തം CPMന്റെ മേലെ പഴിചാരുന്നതിന് വേണ്ടി ഉത്തരവാദിത്തം CPMന്റെ മേലെ കെട്ടിവെക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. നിങ്ങൾ പറഞ്ഞ വാദമാണെങ്കിൽ അതേ വാദം നിങ്ങൾക്കും ബാധകമാണ്. അതിനകത്ത് ഭീഷണിപ്പെടുത്തുന്നത് കോൺഗ്രസിൻ്റെ BLA ആണ്. ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് BLA ആണ്. അതുകൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എങ്കിൽ അത് പറ. അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ ഉത്തരവാദിത്തം CPMന്റെ മേലെ ഇടാൻ വേണ്ടി ശ്രമിക്കരുത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ ഇടയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ ഇത് മാറ്റിവെക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് കൊടുത്ത് ആ കത്ത് പോലും പരിഗണിക്കാതെ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ തന്നെ ഇത് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ടൈം ഫ്രെയിം നിശ്ചയിച്ച് തലശ്ശേരി നഗരസഭയിൽ LDF വിജയം ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് പത്രികാ സമർപ്പണം. നഗരസഭയിലെ 49 വാർഡുകളിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. നഗരസഭയിലെ 49 വാർഡിലേക്ക് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. നഗരസഭാ മുൻ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ VM സുകുമാരൻ, V സതി എന്നിവരും പത്രിക സമർപ്പിച്ചവരിൽ ഉൾപ്പെടും. CPIയുടെ 4 സ്ഥാനാർത്ഥികൾ ബുധനാഴ്ച പത്രിക നൽകും. പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് 100 കണക്കിന് ആളുകൾ അണിനിരുന്ന പ്രകടനമായാണ് പത്രിക നൽകാൻ സ്ഥാനാർത്ഥികൾ എത്തിയത്. 1 മുതൽ 27 വരെ വാർഡിലുള്ളവർ ഉപവരണാധികാരിയായ നഗരസഭാ റവന്യൂ ഓഫീസർ KC ദീപ മുൻപാകെയും 28 മുതൽ 53 വരെ വാർഡിലുള്ളവർ ഉപവരണാധികാരി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ U ശ്രീജ മുൻപാകെയുമാണ് പത്രിക നൽകിയത്. LDF നേതാക്കളായ കാരായി രാജൻ, CK രമേശൻ, CP ഷൈജൻ, MS നിഷാദ്, BP മുസ്തഫ, K വിനയരാജ്, KV രജീഷ്, കാത്താണ്ടി റസാഖ്, A രമേശ് ബാബു, നഗരസഭാ ചെയർമാൻ KM ജമുനാറാണി ടീച്ചർ, വൈസ് ചെയർമാൻ MV ജയരാജൻ എന്നിവരും പത്രികാ സമർപ്പണത്തിൽ പങ്കെടുത്തു. ആകെ 127 പേരാണ് ചൊവ്വാഴ്ച നഗരസഭയിൽ പത്രിക നൽകിയത്. പാട്യം പഞ്ചായത്തിലെ 20 LDF സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പാട്യം ഗോപാലൻ സ്മാരക മന്ദിരത്തിൽ നിന്നും നേതാക്കൾക്കൊപ്പം പ്രകടനമായെത്തിയാണ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ജോയ്സ് വർഗീസ് മുമ്പാകെ പത്രികകൾ സമർപ്പിച്ചത്. LDF Zindabad.
LDFന്റെ 20 സ്ഥാനാർത്ഥികളും പ്രവർത്തകരും നേതാക്കളും പ്രകടനമായി പഞ്ചായത്ത് ഹാളിൽ എത്തിയാണ് പത്രിക സമർപ്പിച്ചത്. നേതാക്കളായ പി ജയരാജൻ, പാട്യം രാജൻ, MC രാഘവൻ മാസ്റ്റർ, A അശോകൻ, K ലീല, VP മോഹനൻ, പ്രതീഷ് കുമാർ, N രമേഷ് ബാബു, N സുരാജ്, A രാമചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി T ഷബിന, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ NV ഷിനിജ, മുഹമ്മദ് ഫായിസ് അരുൾ, N സുധീർ ബാബു തുടങ്ങിയ നേതാക്കൾ സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു. ഗ്രാമപഞ്ചായത്തിൽ 11, 12 വാർഡുകളിൽ നിന്ന് മത്സരിക്കുന്ന സുഫിരിയത്ത്, ഹസീന എന്നിവർക്കും ബ്ലോക്ക് പഞ്ചായത്ത് ചെറുവാഞ്ചേരി ഡിവിഷനിൽ നിന്നും മത്സരിക്കുന്ന പാട്യം പഞ്ചായത്ത് നിലവിലെ പ്രസിഡന്റ് കൂടിയായ ഷിനിജ എന്നിനും ഉള്ള കെട്ടിവെക്കാനുള്ള കാശ് സാമൂഹിക സാംസ്കാരിക കലാമേഖലയിലും സാന്ത്വന പരിചരണ രംഗത്തും പ്രവർത്തിക്കുന്ന വാതുക്കൽ അഷ്റഫ്, നവമാധ്യമ കൂട്ടായ്മയ്ക്ക് വേണ്ടി മഹമ്മൂദ് PKയും 11ാം വാർഡ് സ്ഥാനാർത്ഥി സൂഫിറിയത്തിന്റെ മകനായ മുഹമ്മദ് സിയാനും കൂടി കമ്മിറ്റി ഭാരവാഹികളുടെ സാന്നിധ്യത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്ക് കൈമാറി. പാട്യം ഗ്രാമപഞ്ചായത്തിലെ 11, 12 വാർഡുകളിലേക്കും അതുപോലെ തന്നെ ചെറുവാഞ്ചേരി ഡിവിഷൻ ഊത്തുപറമ്പ് ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന സാരഥികൾക്കുള്ള കെട്ടിവെക്കുന്ന തുക, ചെറുവാഞ്ചേരിയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യവും സോഷ്യൽ പ്രവർത്തനങ്ങളിലും സജീവമായി ഇടപെടുന്ന അഷ്റഫ് നവമാധ്യമ കൂട്ടായ്മ ഏറ്റെടുത്തുകൊണ്ട് അത് അധികാരികൾക്ക് കൈമാറി കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് അങ്ങോളെങ്ങുമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് പാട്യം ഗ്രാമപഞ്ചായത്തിന്റെ 11, 12 വാർഡുകളിലേക്കുള്ള സാരഥികൾക്കും അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സാരഥിക്കും സഖാവർഷ നവമാധ്യമ കൂട്ടായ്മ കെട്ടിവെക്കേണ്ട ക്യാഷ് നൽകി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ സ്വന്തം ഉമ്മയുടെ വിജയത്തിനായിട്ട് മകൻ തന്നെ അതിന്റെ കെട്ടിവെക്കേണ്ട ക്യാഷ് നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പാട്യം ഗ്രാമപഞ്ചായത്തിന്റെ 20 മണ്ഡലങ്ങളിലും 20 സാരഥികളും വിജയിക്കുന്നതോടൊപ്പം നല്ല ഭൂരിപക്ഷത്തിൽ നമ്മുടെ 11, 12, 10 അതുപോലെ ബ്ലോക്കിലും എല്ലാ സാരഥികളും ഉജ്ജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാവണമെന്ന് ആശംസിക്കുകയാണ്. പരിപാടിയിൽ P ജയരാജൻ, AC അംഗങ്ങളായ രാഘവൻ മാസ്റ്റർ, ലോക്കൽ സെക്രട്ടറി സുരാജ്, വാർഡ് സെക്രട്ടറി ബനീഷ്, സുബൈർ, ഇസ്മയിൽ C എന്നിവർ സംസാരിച്ചു. പന്നിന്നൂർ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിച്ചു. താഴേച്ചമ്പാട് പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് CPM നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായെത്തിയാണ് LDF സ്ഥാനാർത്ഥികൾ പത്രികകൾ സമർപ്പിച്ചത്. നസീർ ഇടവലത്ത്, MB രജനി, KP ലീല ടീച്ചർ, KK ജിനിഷ, ജസീല നൌഷാദ്, CH ഖാദർ, K ശശീന്ദ്രൻ, T സോമനാഥൻ, TP ഉമ്മർ, S നോയ, PM ലീന, KK മണിലാൽ, MK രാജൻ, C രൂപ, M സുജാത, KK മോഹൻകുമാർ എന്നിവരാണ് പത്രിക സമർപ്പിച്ചത്. 16 സ്ഥാനാർത്ഥികളും പത്രിക നൽകി. പഞ്ചായത്ത് സെക്രട്ടറി MB ഷീജ പത്രിക ഏറ്റുവാങ്ങി. നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികൾ 19-ന് പത്രിക നൽകും. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ഹരീന്ദ്രൻ, KK പവിത്രൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് K ഗോപാലൻ, E വിജയൻ മാസ്റ്റർ, A ശൈലജ, VM ബാബു, KK ബാലൻ, A ശൈലജ, K ജയരാജൻ, K രവീന്ദ്രൻ, KP ശശിധരൻ, KK മണിലാൽ എന്നിവർ നേതൃത്വം നൽകി. പ്രമുഖ എഴുത്തുകാരൻ K പുണ്യത്തിന്റെ ഓർമ്മയ്ക്ക് പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ പ്രഭാവർമ്മ അർഹനായി. പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരമാണ് രചയിതാവിനെ അവാർഡിന് അർഹമാക്കിയതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. K പുണ്യത്തിന്റെ നാമോദയത്തിലുള്ള ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ്. പുണ്യ സർവീസ് സഹകരണ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം K പുണ്യത്തിന്റെ പേരിൽ ഇത് മൂന്നാം വർഷമാണ് ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. നമ്മൾ മുമ്പ് ചെറുകഥക്കും നോവലിനുമാണ്, ഇപ്രാവശ്യം കവിതയാണ് നമ്മളെ കൊടുത്തിട്ടുള്ളത്. പുണ്യം ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം സാഹിത്യത്തിൽ ലോകത്തും കാർഷിക മേഖലയിലായാലും വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖല എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന, ആ പുണ്യം പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു ബാങ്കാണ്. ജനങ്ങളുടെ അത്രമാത്രം ഹൃദയത്തിൽ സ്പർശിച്ച ഒരു ബാങ്കാണ്. അതുകൊണ്ട് തന്നെയാണ് K പുണ്യം നമ്മുടെ നാട്ടുകാരനായ ഒരു അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ പേര്
ഒരു അവാർഡ് ഇനി എല്ലാ വർഷവും കൊടുക്കണമെന്നുള്ള അന്നത്തെ ഭരണസമിതി തീരുമാനമെടുത്തിരുന്നു. പ്രമുഖ എഴുത്തുകാരൻ കെ പൊന്നത്തിന്റെ ഓർമ്മയ്ക്ക് പൊന്നം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചയിതാവും മാധ്യമപ്രവർത്തകനുമായ പ്രഭാവർമ്മ അർഹനായി. പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരമാണ് രചയിതാവിനെ അവാർഡിന് അർഹമാക്കിയത്. ഡോക്ടർ OG ഒലീന, നാരായണൻ കാവുമ്പായി, പ്രമോദ് വെള്ളച്ചാൽ എന്നിവരായിരുന്നു വിധികർത്താക്കൾ. 25,000 രൂപയും പൊന്നം ചന്ദ്രൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഡിസംബറിൽ പ്രഭാവർമ്മയ്ക്ക് സമ്മാനിക്കും. കെ പൊന്നത്തിന്റെ ഓർമ്മക്കായി ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരം 3ാമത് തവണയാണ് നൽകുന്നത്. ഇത്തവണ കവിതാ സമാഹാരത്തിനാണ്. പുരസ്കാരത്തിനായി നിർണയത്തിനായി അയച്ചു കിട്ടിയ കവിതാ സമാഹാരങ്ങളിൽ നിന്നാണ് ഈ കവിതാ പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഡോക്ടർ AG ഒലീന, നാരായണൻ കാവുമ്പായി, പ്രമോദ് വെള്ളച്ചാൽ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാരത്തിന് അർഹമായ കവിതാ സമാഹാരം തിരഞ്ഞെടുത്തിട്ടുള്ളത്. മലയാളത്തിലെ പ്രമുഖനായ കവി പ്രഭാവർമ്മയുടെ കവിതക്കാണ് ഒറ്റിക്കൊടുത്താലും എന്നെ എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇത്തവണ പുരസ്കാരം. 25,000 രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഡിസംബറിൽ പുരസ്കാരം സമർപ്പിക്കും. പ്രഭാവർമ്മയെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം അറിയുന്നതുപോലെ മലയാളത്തിലെ ലബ്ധപ്രതിഷ്ഠനായ എഴുത്തുകാരനാണ്. ദേശീയ തലത്തിലുള്ള നിരവധി പുരസ്കാരങ്ങൾ, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം, സരസ്വതി സമ്മാൻ കേന്ദ്ര ഗവൺമെൻറ് ദേശീയ തലത്തിലുള്ള പുരസ്കാരമാണ്. അങ്ങനെ ഗാനരചനക്കുള്ള നിരവധി പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങളെല്ലാം നേടിയിട്ടുള്ള പ്രഭാവർമ്മ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ്. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതം മലയാള സാഹിത്യ മേഖലക്ക് നൽകിയ സംഭാവന അതുല്യമായിട്ടുള്ളതാണ്. വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് PV സന്തോഷ്, കെ പൊന്നം സ്മാരക സമിതി കൺവീനർ പൊന്നം ചന്ദ്രൻ, ബാങ്ക് സെക്രട്ടറി M റീജ, ഡയറക്ടർമാരായ C ബാലകൃഷ്ണൻ, K മനോജ് എന്നിവർ പങ്കെടുത്തു. സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഷാഫി പറമ്പിൽ MP. മുകേരി പഞ്ചായത്ത് UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനെതിരെ CPM ശക്തികേന്ദ്രമായ മുകേരിയിൽ വിധിയെഴുത്തുണ്ടാവണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് CPM BJPയുടെ ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. വിടുമ്പോൾ ഒരു കാര്യം അതിന് കാരണമായി പറയുന്നത് പ്രോസിക്യൂഷന് ഇത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 2 CPM പ്രവർത്തകർ കൊല്ലപ്പെട്ട കേസാണെങ്കിലും മറിച്ചപ്പുറത്തെ BJPക്കാരൻ കൊല്ലപ്പെട്ട കേസാണെങ്കിലും പ്രോസിക്യൂഷൻ ഇത് തെളിയിക്കാൻ കഴിയാത്തതിന്റെ കാരണമായി പറയുന്നത് പാർട്ടിക്കാരായിട്ടുള്ള സാക്ഷികളുടെ മൊഴികൾ ദുർബലമായി പോകുന്നതും വാദം ദുർബലമായി പോകുന്നതും അതിന് കാര്യവും കാരണവുമായി മാറുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, പരസ്പരം കൊല്ലാനും വെട്ടാനും ആഹ്വാനം ചെയ്ത് ആളുകൾ കൊല്ലപ്പെട്ടിട്ട് അതിന്റെ കേസ് നടത്തി ആ പാർട്ടി കുടുംബങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതിന് പകരം ഈ കൊലപാതകികളെ സംരക്ഷിക്കാൻ ഇവര് തമ്മിലുള്ള ബാന്ധവം, ഇവര് തമ്മിലുള്ള ബന്ധം, അതുകൊണ്ട് കൊല്ലപ്പെട്ട രക്തസാക്ഷിയുടെ കുടുംബത്തിന് അവർക്ക് വേണ്ടപ്പെട്ടവർ ഇല്ലാതാവുന്നു, കൊല ചെയ്തവൻ നാട്ടിൽ സുഖമായി ഇറങ്ങി നടക്കുന്നു എന്നുള്ള സാഹചര്യത്തെ അംഗീകരിക്കാത്ത മുകേരിക്കാരനും ഇത്തവണ അതിനെ ചോദ്യം ചെയ്യാൻ ആർജവമുള്ള മുകേരിക്കാരനായ സഖാവും ഇത്തവണ കുറച്ചൊക്കെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടി വരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. 2 കൊലപാതക കേസിലാണ് ഇപ്പൊ അടുത്ത് പ്രതികളെ പൂർണ്ണമായും വെറുതെ വിട്ടത്. UDF മൊകേരി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മൊകേരി മുത്താറിപ്പീടികയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KP അശോകൻ അധ്യക്ഷനായി. അഷ്റഫ് കുറ്റിക്കണ്ടി സ്വാഗതം പറഞ്ഞു. AM ജഗദീപൻ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് UDF സ്ഥാനാർത്ഥി CK മുഹമ്മദ് അലി, KPCC അംഗം V സുരേന്ദ്രൻ മാസ്റ്റർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി TP മുസ്തഫ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K ലോഹിതാക്ഷൻ, ജനതാദൾ പ്രതിനിധി CK സഹജൻ, MSF സംസ്ഥാന സെക്രട്ടറി CK നജാഫ്, DCC ജനറൽ സെക്രട്ടറിമാരായ KP സാജു, ഹരിദാസ് മൊകേരി, സന്തോഷ് കണ്ണംവെള്ളി, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗീത കൊമ്മേരി, TK പ്രേമൻ, കാസിം മൊകേരി, K കൃഷ്ണൻ, PV ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. പാനൂർ മഹല്ല് പ്രസിഡന്റും മുസ്ലിം ലീഗ് കൂത്തുപറമ്പ് മണ്ഡലം ട്രഷററുമായ NKC ഉമ്മർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. കബറടക്കം പാനൂർ ജമാഅത്ത് പള്ളിയിൽ നടന്നു. ഹാജറയാണ് ഭാര്യ. സൈബുന്നിസ, ഷമീം, സമീർ, സ്വർണമഹൽ, സഹീർ, ഷക്കീർ, സബീന, സൈബു എന്നിവർ മക്കളും. ഷംസു പൊയിൽ, സുബൈർ,
സെറീന, സാജറ, ജസീല, ആബിദ എന്നിവർ മരുമക്കളുമാണ്. KC അബ്ദുള്ള, ഉസ്മാൻ നെല്ലൂർ, പരേതരായ അബു, മഹമ്മൂദ്, യൂസഫ്, അബൂബക്കർ, ആസിയ എന്നിവർ സഹോദരങ്ങളാണ്. NKC ഉമ്മറുടെ നിര്യാണത്തിൽ സഫാരി ഗ്രൂപ്പ് വൈസ് ചെയർമാൻ K. സൈനുൽ ആബിദീൻ അനുശോചിച്ചു. പാനൂർ UP സ്കൂൾ 1ാം ക്ലാസ്സിൽ രുചി ഉത്സവം സംഘടിപ്പിച്ചു. 1ാം ക്ലാസ്സിലെ മലയാളം വിഷയത്തിലെ പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തിനെ ആസ്പദമാക്കിയാണ് രുചി ഉത്സവം സംഘടിപ്പിച്ചത്. 1ാം തരത്തിലെ മലയാളം വിഷയത്തിലെ പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗത്തിനെ ആസ്പദമാക്കിയാണ് രുചി ഉത്സവം സംഘടിപ്പിച്ചത്. മദർ PTA പ്രസിഡന്റ് PK ഷൈബ ഉദ്ഘാടനം ചെയ്തു. പിന്നെയും ചെറുതായി പാലപ്പം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്, രുചിമേള സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ എണ്ണക്കടികളുടെ പേരൊക്കെ പഠിച്ചിട്ടില്ലേ? എല്ലാവർക്കും അറിയില്ലേ? എന്തൊക്കെയാണ് എണ്ണക്കടികളുണ്ട്? ക്യാരറ്റ് ബോള, അത് ഷംബിയിൽ ഉണ്ടാക്കിക്കൊണ്ടുവന്നതല്ലേ. അപ്പോ ആവിയിൽ വേവിക്കുന്നവ, കല്ലിൽ ചുട്ടെടുക്കുന്നവ, എണ്ണയിൽ വറുത്തെടുക്കുന്നവ. പാനൂർ UP സ്കൂൾ പ്രധാനാധ്യാപിക V. ജീജ ടീച്ചർ അധ്യക്ഷയായി. വാർഡ് കൗൺസിലർ നസീല കണ്ടിയിൽ, PT പ്രസിഡന്റ് K. സന്തോഷ്, ശാസ്ത്രാധ്യാപകൻ VN രൂപേഷ് മാസ്റ്റർ, K. ശ്രുതി ടീച്ചർ, K. ഭരത് ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി ക്ലാസ്സിൽ ഒരുക്കിയ ചായക്കട വ്യത്യസ്തമായി. രക്ഷിതാക്കൾ വീടുകളിൽ നിന്നും 50ലധികം പലഹാരങ്ങളാണ് രുചി ഉത്സവത്തിനായി കൊണ്ടുവന്നത്. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന COA പാനൂർ മേഖലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ മനോഹരൻ പാറായിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി സഹപ്രവർത്തകർ. ചെറുപറമ്പിൽ ചേർന്ന ചടങ്ങിൽ COA ജില്ലാ കമ്മിറ്റി അംഗം MK ഹരികൃഷ്ണൻ തുക കൈമാറി. കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന COA പാനൂർ മേഖലാ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ മനോഹരൻ പാറായിക്ക് കെട്ടിവെക്കാനുള്ള തുക കൈമാറി സഹപ്രവർത്തകർ. ചെറുപറമ്പിൽ ചേർന്ന ചടങ്ങിൽ COA ജില്ലാ കമ്മിറ്റി അംഗം MK ഹരികൃഷ്ണൻ തുക കൈമാറി. കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ എല്ലാ വാർഡുകളിലും പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷനുകളിലും നടക്കുന്ന തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെ 11ാം വാർഡിൽ മത്സരിക്കുന്നത് COAയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവും നാട്ടുടമ കമ്പനിയുടെ MD-യുമായിട്ടുള്ള മനോഹരൻ പാറായിക്ക് അങ്ങനൊരു അവസരം കിട്ടി എന്നത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ COA എന്ന് പറയുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന മുഹൂർത്തമാണ്. COAയുടെ ഒട്ടനവധി മെമ്പർമാർ കണ്ണൂർ ജില്ലയിലും മറ്റ് ഇതര ജില്ലകളിലുമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നത് സംഘടനയ്ക്ക് അഭിമാനമുള്ളതാണ്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കെട്ടിവെക്കാനുള്ള സംഖ്യ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഇദ്ദേഹത്തിന് നൽകുന്നത്. അതിൽ ജില്ലാ കമ്മിറ്റിക്കേറെ സന്തോഷവും അഭിമാനത്തോടു കൂടിയാണ് ഈ സംഭവം കൊടുക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒന്നിച്ചുണ്ടാവും എന്ന പ്രതീക്ഷയാണ് നമുക്ക്. തീർച്ചയായും സംഘടന എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടാവും. മേഖലാ പ്രസിഡന്റ് ഷാജി കോറോത്ത്, മാഹി മേഖലാ സെക്രട്ടറി രഞ്ജിത്ത് കരിയാട്, മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് C. സുരേന്ദ്രൻ, മേഖലാ ട്രഷറർ ഷാജി ഗ്രാമത്തി, ഉദയകുമാർ, അരുൺകുമാർ, ജയൻ കടവത്തൂർ, രാജേഷ് ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിലെ
സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് മത്സരിക്കാനുള്ള തുക, അതായത് പഞ്ചായത്തിൽ കെട്ടിവെക്കാനുള്ള തുക, നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുമ്പോൾ കെട്ടിവെക്കാനുള്ള തുക സമർപ്പിക്കാനാണ് ഇന്ന് സിഒയുടെ എൻ്റെ സഹപ്രവർത്തകരായ ആൾക്കാർ ഇവിടെ എത്തിച്ചേർന്നത്. അവർക്ക് എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ. സ്പോർട്സ് കരാത്തെ ജോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസായ് വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മൊകേരി രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ പോർട്ടബിൾ പ്ലാനറ്റോറിയം പ്രദർശനം നടത്തി. പോർട്ടബിൾ പ്ലാനറ്റോറിയം പ്രദർശന ഉദ്ഘാടനം മാനേജർ N. സുനിൽകുമാർ നിർവഹിച്ചു. സ്കൂൾ മാനേജർ N. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്നിവിടെ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ഈ പ്ലാനറ്റോറിയം നമുക്ക് കാണണമെങ്കിൽ ഒന്നുകിൽ
തിരുവനന്തപുരത്തോ കോഴിക്കോടോ എറണാകുളത്തൊക്കെ പോകണമായിരുന്നു. അത് നിങ്ങളുടെ കൈവട്ടത്ത് ഇവിടെ എത്തിച്ചിരിക്കുകയാണ് നിങ്ങളുടെ അധ്യാപകർ. ശാസ്ത്രം അതിവേഗം പുരോഗമിക്കുന്ന ഈ വേളയിൽ നമുക്കറിയാം, ഓസ്ട്രേലിയയിലേക്ക് 18 മണിക്കൂർ യാത്രയുടെ വിമാനത്തിന് അത് വരും കാലങ്ങളിൽ 1 മണിക്കൂറായി ചുരുങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. നേരെ പുറപ്പെടേണ്ട സമയത്ത് പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നേരെ ബഹിരാകാശത്തേക്ക് അവിടെ കൊണ്ടുപോയി ഡയറക്റ്റ് നിങ്ങളെ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുന്ന ഒരു സംവിധാനം ശാസ്ത്രലോകം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. PTA പ്രസിഡന്റ് പി പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ യൂസഫ് ഒദിയോത്ത് സ്വാഗതം പറഞ്ഞു. GPD പ്രധാനാധ്യാപകൻ KM ഉണ്ണി മാസ്റ്റർ, SRG കൺവീനർ KP സുലീഷ് മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി P വിജിത് മാസ്റ്റർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സുധീന്ദ്രൻ, റീന മരുതിയാട്ട്, സയൻസ് ക്ലബ്ബ് കൺവീനർ സനേഷ് എന്നിവർ സംസാരിച്ചു. ജ്യോതിശാസ്ത്ര രംഗത്തെ അനന്തമായ കാഴ്ചകളുടെ ഒരു പുത്തൻ അനുഭവം പ്രദർശനം കുട്ടികളിൽ എത്തിച്ചു. നാഷണൽ ജിയോഗ്രാഫി, സ്കൈ സ്കാൻസ്, അഡ്ലർ പ്ലാനറ്റോറിയം തുടങ്ങി ഈ രംഗത്തെ പ്രമുഖർ അണിയിച്ചൊരുക്കിയ വീഡിയോകളിലൂടെ സൗരയൂഥം, നക്ഷത്രങ്ങൾ, അവയുടെ ജനനം, മരണം, തമോഗർത്തങ്ങൾ, വാൽനക്ഷത്രങ്ങൾ, ധൂമകേതുക്കൾ എന്നിങ്ങനെ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെപ്പറ്റി വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. Yet as fierce as Earth's weather sometimes seems, there are other worlds with climates we have only begun to explore. Could they hold weather even wilder than ours? To find out, we'll take a voyage of discovery to witness the wildest weather in the solar system. But first, we have to get there. The planets are separated by millions, even billions of kilometers. And in their midst, നാടിന് ഉപകാരപ്രദമായ തന്റെ കണ്ടെത്തലുകൾ ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപവുമായി ധർമ്മടം നുരുമ്പിലെ ശിവനാഥൻ നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് ഓടിക്കാനുള്ളതടക്കമുള്ള 20ഓളം ആശയങ്ങളാണ് ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടും തിരസ്കരിച്ചതെന്ന് ശിവനാഥൻ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 20ഓളം പുതു ആശയങ്ങളുമായി ധർമ്മടം നുരുമ്പിലെ രശ്മിയിൽ KR ശിവനാഥൻ തന്റെ ആശയങ്ങളെല്ലാം ബന്ധപ്പെട്ടവർക്ക് മുന്നിൽ വർഷങ്ങൾക്ക് മുൻപേ സമർപ്പിച്ചിരുന്നെങ്കിലും ഒരിടത്തു നിന്നും അനുകൂല പരിഗണന കിട്ടിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അതിന്റെ സൈഡില് ഭിത്തികളെ ചരിച്ചിട്ട് കെട്ടിയിരിക്കുന്നത്, അത് മാറ്റിയിട്ട് പ്രീകാസ്റ്റ് വോളുകൾ ഒരിക്കലും മറിഞ്ഞു പോകാത്ത രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. കൂടാതെ വെള്ളം ശക്തിയായി ഒഴുകി വന്നാലും അതിലൊരു കോട്ടൊക്കെ തട്ടാത്ത വിധത്തിൽ ചെയ്യാൻ പറ്റും. ഇത് കോൺക്രീറ്റ് സ്പോഞ്ച് എന്ന് പറയും. കാരണം വെള്ളം ശക്തിയായിട്ട് അടിച്ചാലും റിട്ടേൺ വരാത്ത രീതിയിൽ. സാധാരണ കല്ലുകൾ ഉപയോഗിച്ചാൽ അതിൽ റിട്ടേൺ വരും വെള്ളം. അതാണ് പല സ്ഥലങ്ങളിലും തലശ്ശേരി പാലശ്ശേരിയിൽ ദ്രായിൽ ലിഫ്റ്റിൻ്റെ അടുത്ത് വെള്ളം കയറുന്ന മഴക്കാലത്ത് അത് ചെയ്യാൻ പറ്റും. പിന്നെ അതോടനുബന്ധിച്ച് അതിൽ സൈഡിൽ കൂട് കൃഷി, മത്സ്യമായാലും കലുമക്കായാലും ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ അടുത്തുള്ള ആൾക്കാർക്ക് പഞ്ചായത്തിന് അനുമതിയോടുകൂടി കൊടുക്കാൻ പറ്റും. പിന്നെ റോഡിൽ തന്നെ ബിൽഡിങ്ങിന്, കാരണം സുനാമി വന്നപ്പോഴും വെള്ളം ഇറച്ചി കയറ്റി അവർക്കൊരു നാശമില്ലാത്ത രീതിയിലുള്ള ആൾക്കാർ താമസിക്കുന്നത്. നാട്ടിലിറങ്ങുന്ന കാട്ടുമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള കണ്ണീർവാതക പ്രയോഗവിദ്യ അവഗണിച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്ന ഔട്ട്ബോർഡ് എഞ്ചിൻ മണ്ണെണ്ണയ്ക്ക് പകരം LPG ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ അത്തരം എഞ്ചിനുകൾ നിർമ്മിക്കാനുള്ള അനുമതി തന്നില്ല. ഹാർബറിൽ കെട്ടിക്കിടക്കുന്ന ചെളിയും ചെളിവെള്ളവും ഡ്രെഡ്ജ് ചെയ്യാതെ പുറന്തള്ളാമെന്നുള്ള ആശയത്തിനും പ്രാമുഖ്യം ലഭിച്ചില്ലെന്നും ശിവനാഥൻ പറഞ്ഞു. ഇലക്ഷൻ ദിവസം പോളിംഗ് ബൂത്തിൽ പോവാതെ എവിടെ നിന്നും വോട്ട് ചെയ്യാനുള്ള സംവിധാനം, നവീന രീതിയിലുള്ള മാലിന്യ സംസ്കരണം, റോഡിൽ കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ മർദ്ദം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മാണം തുടങ്ങി ഒട്ടേറെ ആശയങ്ങൾ ബന്ധപ്പെട്ടവരുടെ താൽപ്പര്യക്കുറവ് കാരണം നടപ്പാക്കാനായില്ലെന്നും ശിവനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
എലാങ്കോട് LP സ്കൂളിൽ മേളകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ റേഡിയോയുടെയും ഉദ്ഘാടനം നടന്നു. മുൻ DEO K. സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. എലാങ്കോട് LP സ്കൂളിൽ മേളകളിലെ വിജയികൾക്കുള്ള അനുമോദനവും സ്കൂൾ റേഡിയോയുടെ ഉദ്ഘാടനവും നടന്നു. മുൻ DEO K. സുനിൽകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. Second A grade, LP Arabic, Nafisatul Misriya. Second shell product A grade. കേൾക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കേൾക്കുകയല്ല, ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആർട്ട് ഓഫ് ലിസണിംഗ് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആരെങ്കിലും പറയുന്നത്, അധ്യാപകൻ പറയുന്നത്, അല്ലെങ്കിൽ രക്ഷിതാക്കൾ പറയുന്നത്, അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഗുണമാണ്. ആ തരത്തിലുള്ള ഗുണം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് കവിത ചൊല്ലാൻ അറിയാം, നിങ്ങൾക്ക് ഈ വർക്ക് എക്സ്പീരിയൻസിൽ നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ അറിയാം. പക്ഷേ മുതിർന്നവർ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? ഇല്ലേ? ഉണ്ടോ? അമ്മ പറയുന്നത്, ഉമ്മ പറയുന്നത്, ഉപ്പ പറയുന്നത്, അധ്യാപകൻ പറയുന്നത് പൂർണ്ണമായും ശ്രദ്ധയോടുകൂടി കേൾക്കാറുണ്ടോ നിങ്ങൾ? അങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ പിന്നീട് എന്താണ് പറഞ്ഞത്, എന്തിനാണ് പറഞ്ഞത് എന്നുള്ളത് നമുക്ക് ഓർത്തു വെക്കാനും സാധിക്കും. PTA പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷനായി. സ്കൂൾ വൈസ് പ്രസിഡന്റ് ദീപ, മദർ PTA പ്രസിഡന്റ് എന്നിവർ സംസാരിച്ചു. എല്ലാ വിദ്യാർത്ഥികൾക്കും മൊമെന്റോയും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക U. അജിത സ്വാഗതവും സ്കൂൾ ലീഡർ ആയിഷ തമന്ന നന്ദിയും പറഞ്ഞു. സ്കൂൾ റേഡിയോ RJ-ആയി മികച്ച പ്രകടനം സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. തുടർന്ന് റേഡിയോയിലൂടെ നവനീത് കവിത അവതരിപ്പിച്ചു. ലിയോ ക്ലബ്ബ്, NTTF ടെലിച്ചറി, ധർമ്മടം ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ധർമ്മടം JC സ്പെഷ്യൽ സ്കൂൾ പരിസരം ശുചീകരണ പ്രവൃത്തി നടത്തി. ലിയോ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ സുധീഷ് PP ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ലിയോ ക്ലബ്ബ്, NTTF തലശ്ശേരി, ധർമ്മടം ലയൺസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ധർമ്മടം JC സ്പെഷ്യൽ സ്കൂൾ പരിസരം ശുചീകരണ പ്രവൃത്തി നടത്തി. ലിയോ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ലയൺ സുധീഷ് PP ശുചീകരണത്തിന് നേതൃത്വം നൽകി. ലിയോ ക്ലബ്ബ്, NTTF ടെലിച്ചറി, ധർമ്മടം ലയൺസ് ക്ലബ്ബ് സ്പോൺസർ ചെയ്ത ലിയോ ക്ലബ്ബാണ്. അവരുടെ എല്ലാം സാമൂഹ്യപരമായിട്ട് ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവൃത്തികൾ അവർ ചെയ്യുന്നത്. ഇന്നിവിടെ JC സ്പെഷ്യൽ സ്കൂളിൽ ഈ പരിസരമുള്ളതൊന്ന് വൃത്തിയാക്കണമെന്ന് കുറേ കാലമായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അവരുമായി സംസാരിച്ചപ്പോൾ അവർ സന്നദ്ധരായി മുന്നോട്ട് വന്നതാണ്. പൊതുകാര്യ പ്രസക്തി വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പൊതുസമൂഹത്തിന് മുന്നിൽ അവരുടെ മുഖ്യധാരയിൽ കൊണ്ടുവന്ന് അവരെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുക എന്നുള്ള ഒരു സമീപന രീതിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിന് എല്ലാവിധ സപ്പോർട്ടും ഞങ്ങൾ കൊടുക്കാറുണ്ട്. NTTF സ്റ്റാഫ് രാജഗോപാലൻ, ധർമ്മടം ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അന്നമ്മ കുര്യൻ, സെക്രട്ടറി CM ഷീജ, അഡ്വക്കേറ്റ് രത്നാകരൻ TK, ലിയോ ക്ലബ്ബ് ഭാരവാഹികൾ, സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥി, അധ്യാപകർ, സ്കൂൾ പ്രിൻസിപ്പൽ ശോഭന എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ചെറിയൊരു ഇടവേള കഴിഞ്ഞ്. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര.
കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ പ്രചരണം എന്നിവയുടെ ഭാഗമായി ട്രെയിനിങ്ങും ഔഷധ സസ്യ വിതരണവും സംഘടിപ്പിച്ചു. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇമേജ് ജില്ലാ കോർഡിനേറ്റർ R. ഗോകുൽരാജ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ആയുർവേദ ഔഷധ സസ്യങ്ങളുടെ പ്രചാരണം എന്നിവയുടെ ഭാഗമായി ട്രെയിനിങ്ങും ഔഷധ സസ്യ വിതരണവും സംഘടിപ്പിച്ചു. പാട്യം ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലാണ് പരിപാടി നടന്നത്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഇമേജ് ജില്ലാ കോർഡിനേറ്റർ R. ഗോകുൽരാജ് ട്രെയിനിങ്ങിന് നേതൃത്വം നൽകി. വേസ്റ്റ് മാത്രമായിരിക്കണം ഇമേജിൽ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യേണ്ടത്. അതായത് ഒരു പേഷ്യൻ്റ് നമ്മൾ ചെയ്യുന്ന രോഗനിർണയത്തിൻ്റെ ഏതെങ്കിലും പരിശോധനയുടെ അല്ലെങ്കിൽ കുത്തിവയ്പ്പിൻ്റെ ഭാഗമായിട്ട് വരുന്ന വേസ്റ്റാണ് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റ്. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് മാത്രമേ നമ്മൾ പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി അതായത് കളർ കോഡിങ്ങിലേക്ക് കളക്ട് ചെയ്യണം. സോൾട്ട് സെഗ്രിഗേഷൻ പ്രാക്ടീസ് ചെയ്യണം. അതായത് വേസ്റ്റ് ജനറേറ്റ് ആവുന്ന ടൈമിൽ തന്നെ നമ്മൾ അതിനെ തരംതിരിച്ച് മാറ്റി അതായത് കളർ കോഡിങ്ങിലേക്ക് കളക്ഷൻ ചെയ്തിട്ടുണ്ടാകണം. ഒരു റീസെഗ്രിഗേഷന് നമ്മൾ വിധേയമാക്കാൻ നാശുന്ന പ്രവണത മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമുക്ക് ആ റീസെഗ്രിഗേഷൻ വരുന്ന സമയത്ത് ഒരു വേസ്റ്റ് ജനറേറ്റായി എല്ലാം കൂടെ മിക്സ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതിലടുത്തൊരാൾ കൈ കടത്തേണ്ട സിറ്റുവേഷൻ വരും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ അറിയാതെയാണെങ്കിലും മറ്റൊരു വേസ്റ്റ് എല്ലാം തന്നെ ഒരു കളർ കോഡിങ് മിക്സ് ആകും. അത് നമുക്ക് എന്താ ഇംപ്രോപ്പർ സെഗ്രിഗേഷൻ നമുക്ക് എക്സ്പ്ലനേഷൻ മറ്റും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ സോഴ്സ് സെഗ്രിഗേഷൻ തന്നെ പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നമ്മൾ അറിയാതെയാണെങ്കിലും ഈ സെഗ്രിഗേഷൻ ഇംപ്രോപ്പർ ആയാൽ ലാൻഡ്സെറ്റ് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് വരുന്നതാണ്. അത് ബാഗുകളിൽ വന്നു കഴിഞ്ഞാൽ സ്റ്റിക്ക് ഇഞ്ചറി പോലുള്ളതെല്ലാം വരാം. നമുക്കറിയാം ഏറ്റവും കൂടുതൽ അസുഖം വരുന്നത് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചറിയിലൂടെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം തന്നെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മളൊരു സോഴ്സ് സെഗ്രിഗേഷൻ പ്രാക്ടീസ് ചെയ്യും. അത് മാൻഡറ്ററി ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഇന്ത്യയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് ഉണ്ട്. ഇന്ത്യയിൽ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് റൂൾസ് നിലവിൽ വന്ന വർഷം എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? തൈകളുടെ വിതരണോദ്ഘാടനം ആയുഷ് കർമ്മ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രേയ ഉത്തമനും നിർവഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജാജി നായർ അധ്യക്ഷയായി. ഡിസ്പെൻസറി ജീവനക്കാരായ സജ്ന അരുൺകുമാർ, കക്കോത്ത് പ്രഭാകരൻ, K. ദൃശ്യ, സജിത രാജീവൻ, CK അർജുൻ, ആര്യ അനിരുദ്ധൻ, ജിംഷമോൾ, R. മല്ലിക, K. ശിവന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കാളികളായി. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇമേജിൻ്റെ കണ്ണൂർ ജില്ലാ കോർഡിനേറ്ററാണ് മിസ്റ്റർ ഗോകുൽരാജ്. നമുക്ക് ഇമേജിൻ്റെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിൻ്റെ ഭാഗമായിട്ട് ഇമേജ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഇമേജ് വഴിയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ഉണ്ട്. അപ്പോൾ ഇതുവരെ നമ്മളത് ഒരു പ്രൊസീജിയർ ത്രൂ ആയിട്ടില്ല. അത് ഇവരുടെ ഒരു ട്രെയിനിങ്ങും ബാക്കി നടപടികളോടുകൂടി അത് ഇനി നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു ട്രെയിനിങ് തരാനാണ്. ന്യൂമാഹി പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി. എറണാകുളം നിത്യനികേതന ആശ്രമത്തിലെ സ്വാമിനി ശബരി ചിന്മയി ഉദ്ഘാടനം ചെയ്തു. ന്യൂമാഹി പെരിങ്ങാടി കാഞ്ഞിരമുള്ളപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി.
എറണാകുളം നിത്യനികേതനാശ്രമത്തിലെ സ്വാമിനി ശബരി ചിന്മയ് ഉദ്ഘാടനം ചെയ്തു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഈ രണ്ടാമത്തെ ആശ്രമധർമ്മം ഗാർഹസ്ഥ്യ ജീവിതം എങ്ങനെയുള്ളതായിരിക്കണമെന്നാണ് നമ്മുടെ ധർമ്മശാസ്ത്രം മുഴുവൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വേദം മുതൽ ശ്രീനാരായണ ഗുരു എഴുതിയിരിക്കുന്ന ശ്രീനാരായണ സ്മൃതി വരെ ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കും വരെ എങ്ങനെ സദാചാര മൂല്യമുള്ള ഒരു വ്യക്തിയായി, നിഷ്ഠയുള്ള വ്യക്തിയായി, ഉത്തമ ദിശാബോധമുള്ള ഒരു വ്യക്തിയായി, എല്ലാ മൂല്യങ്ങളുടെയും അല്പമാത്രമായ ഒരു ആവിഷ്കാരമായി സമൂഹത്തിൽ ജീവിച്ച് ആയുസ്സവും വരെ ഒരു പൂമ്പാറ്റയെ പോലെ ജീവിതം പറന്നുല്ലസിച്ച് വരും വരാഴ്ചകൾ ദുഃഖങ്ങളാകട്ടെ, ദുരിതങ്ങളാകട്ടെ, മധുരങ്ങളാകട്ടെ, അതിനെ ഒരുമയോടുകൂടി സ്വീകരിക്കുവാനുള്ള ഒരു മനോവാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ക്ഷേത്ര സെക്രട്ടറി PK സതീഷ് കുമാർ അധ്യക്ഷനായി. ക്ഷേത്ര പ്രസിഡന്റ് TP ബാലൻ വിശിഷ്ട വ്യക്തിയെ ആദരിച്ചു. ക്ഷേത്ര നവീകരണത്തിനു വേണ്ടി ആരംഭിച്ച സമ്മാന പദ്ധതിയുടെ ആദ്യ കാർഡ് മാങ്ങോട്ടുംകാവ് പ്രസിഡന്റ് OV സുഭാഷ് ഏറ്റുവാങ്ങി. ക്ഷേത്ര വായനശാല പ്രസിഡന്റ് CV രാജൻ പെരിങ്ങാടി സംസാരിച്ചു. ക്ഷേത്ര വൈസ് പ്രസിഡന്റ് രാജീവൻ കണ്ടോത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി T സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. ഡിസംബർ 6 വൈകിട്ട് ശ്രീ ധർമ്മശാസ്ത്ര അഷ്ടോത്തര ശതനാമാർച്ചന, വിളക്കുപൂജ, ഡിസംബർ 9 വൃശ്ചിക മാസത്തിലെ ആയില്യം ആഘോഷം, ഡിസംബർ 10 കുട്ടിച്ചാത്തൻ നേർച്ച വെള്ളാട്ടം, ഡിസംബർ 25 മണ്ഡല വിളക്കോടുകൂടി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവം സമാപിക്കും. മാടപ്പിടിക ശ്രീ ചെള്ളത്ത് മടപ്പുര ദേവീ ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം ഡയറക്ടർ ശശി വെള്ളോത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നടത്തി. ശ്രീ ചെള്ളത്ത് മടപ്പുര ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ മണ്ഡല മഹോത്സവത്തിന് തുടക്കമായി. ക്ഷേത്രം ഡയറക്ടർ ശശി വെള്ളോത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുസ്വാമിമാരായ രാധാകൃഷ്ണൻ, സുനിൽകുമാർ, രത്നാകരൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത്. പുറക്കണ്ടി രാജീവൻ അധ്യക്ഷനായി. മണ്ഡല മഹോത്സവ കൺവീനർ റിഗിൻ ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഗുരുവന്ദനം ഭജന സമിതിയുടെ ഭജനയും നടന്നു. ലഘുഭക്ഷണവും ഉണ്ടായി. ഡിസംബർ 27 വരെ ഭജന, പ്രഭാഷണം, ഭക്തിഗാനസുധ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും. സേവാഭാരതി തലശ്ശേരിയിൽ ആരംഭിച്ച ശബരിമല ഇടത്താവളം ഉദ്ഘാടനം ചെയ്തു. തിരുവങ്ങാട് ശ്രീരാമക്ഷേത്രത്തിന് സമീപമാണ് ശബരിമല ഇടത്താവളം ആരംഭിച്ചത്. ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ഇടത്താവളം ഉദ്ഘാടനം ചെയ്തു. ഓരോ വ്യക്തിയെയും ഒരുപിടി അന്നം കൊടുക്കുവാൻ നമുക്ക് സാധിച്ചുവല്ലോ എന്നാണ്, സഹായിച്ചുവല്ലോ എന്നുള്ളതല്ല. പ്രത്യേകിച്ച് സേവാഭാരതിയുടെ പ്രവർത്തകരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം സേവയാണ്, സഹായമല്ല. 9 ഭക്തിയുണ്ട്, നവധാഭക്തി എന്ന് പറയും. ഇതിൽ ഒരെണ്ണം അർച്ചനം, വന്ദനം, ദാസ്യം, ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം. പാദസേവ ചെയ്യുക എന്ന് പറയും. ഇതിൽ 4ാമത്തെ പടി എന്ന് പറയുന്നത് അവരെ സേവിക്കുക.
അവർക്ക് വേണ്ടുന്നത് എന്താണോ അത് അറിഞ്ഞു കൊടുക്കുക. ആ കൊടുക്കുന്നത് ഭഗവാനെ അവിടത്തേക്കുള്ള പൂജയാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവനും നിലനിർത്തുന്ന ശക്തി അവിടുന്നാണ്. ആ ശക്തിയെ ഞങ്ങൾ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന ഭാവത്തോടുകൂടെ നമ്മൾ കൊടുക്കുന്ന ഓരോ പിടിച്ചോറും ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ തന്നെ തരും. ഉത്തര കേരള പ്രാന്ത ശാരീരിക് ശിക്ഷൺ പ്രമുഖ് ഒ രാഗേഷ് സേവാ സന്ദേശം നൽകി. കണ്ണൂർ വിഭാഗ് സംഘചാലക് അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസൻ, സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. സേവാഭാരതി തലശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് സി എൻ രാജേഷ് അധ്യക്ഷനായി. പി പി അജിത് സ്വാഗതവും കെ രാജീവ് നന്ദിയും പറഞ്ഞു. SNDP ദേവസ്വം സെക്രട്ടറി അരയാക്കണ്ടി സന്തോഷ്, തലശ്ശേരി മേലൂട്ട് മുത്തപ്പൻ മടപ്പുര പ്രസിഡന്റ് കെ എം ധർമ്മപാലൻ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. പുതു രുചിഭേദങ്ങളുമായി KK ഡൈൻ ഇൻ റെസ്റ്റോറന്റ് പള്ളൂർ റോയൽ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. പള്ളൂർ ചാലക്കര റോഡിൽ റോയൽ കോംപ്ലക്സിലാണ് KK ഡൈൻ ഇൻ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ബിരിയാണി, ഷവർമ, അൽഫാം, ഷവായി, ചൈനീസ്, നാടൻ ഊണ് തുടങ്ങി അറേബ്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങൾ എല്ലാം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BLO അനീഷ് ജോർജിന്റെ ആത്മഹത്യയിൽ ഭീഷണിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ BLA ആണെന്ന് CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്. BJPയെ സഹായിക്കാൻ VD സതീശനും കൂട്ടരും ഒത്തുകളിക്കുകയാണെന്നും KK രാഗേഷ്. സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെടുന്നത് CPM BJP ഒത്തുകളിയുടെ ഭാഗമാണെന്ന് ഷാഫി പറമ്പിൽ MP. ഇതിനെതിരെ CPM ശക്തി കേന്ദ്രങ്ങളിൽ വിധിയെഴുത്തുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ. തലശ്ശേരി നഗരസഭയിൽ LDF വിജയം ആവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഇടതുപക്ഷത്തിന്റെ പത്രികാ സമർപ്പണം. 49 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളും പത്രികകൾ സമർപ്പിച്ചു. പ്രമുഖ എഴുത്തുകാരൻ K പുണ്യത്തിന്റെ ഓർമ്മയ്ക്ക് പുണ്യം സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ കവിതാ പുരസ്കാരത്തിന് പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ അർഹനായി. അവാർഡിന് അർഹമാക്കിയത് പ്രഭാവർമ്മയുടെ ഒറ്റിക്കൊടുത്താലും എൻ സ്നേഹമേ എന്ന കവിതാ സമാഹാരം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.